ഹായ് ഓൾ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ലോ എൻട്രൻസ് എഴുതാനായിട്ട് പോകുന്ന കുട്ടികളോടാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാമാണ് കേരള ലോ എൻട്രൻസ് എക്സാം, ക്ലീ എന്നറിയപ്പെടും. അപ്പം ഈ ലോ എൻട്രൻസിന് എന്താണ് പോർഷൻ പഠിക്കേണ്ടത് മനസ്സിലാക്കുക. ഇതൊരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും ഉള്ളത് 3 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ 360 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, പരീക്ഷയാണ് നടത്തപ്പെടുന്നത്. അപ്പം ഇതിനൊരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ക്ലീ പരീക്ഷയുടെ സമയമാണ്. ആപ്ലിക്കേഷൻസ് വിളിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഏത് +2 പഠിച്ചവർക്കും ക്ലീക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്ലീയിൽ കിട്ടുന്ന മാർക്കിൻ്റെ ബേസിലായിരിക്കും ഏറ്റവും പ്രമുഖമായ കേരളത്തിലെ ലോ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അതിനൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പാറ്റേൺ ഇതാണ്. ജനറൽ ഇംഗ്ലീഷ് 36 മാർക്ക്, ജനറൽ നോളജ് ഏകദേശം 27 മാർക്ക്, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് 15 മാർക്ക്. അടുത്തത് ഏറ്റവും വലിയ പോർഷൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്, അതിൽ ലീഗൽ റീസണിങ്ങും ഉണ്ടാകും. അതിനെന്താണ് 42 മാർക്ക്. ഏകദേശം കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർലി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്കാ സിലബസ് ഒന്നും എവിടെയും ലഭിക്കില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷിനെ അതോടൊപ്പം തന്നെ ലീഗൽ സ്റ്റഡീസിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ ജനറൽ നോളജ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സും കൂടി അടങ്ങിയ പോർഷനാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് പഠിപ്പിക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ തവണ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം.